അനീസ് ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകൻ. MT അനീസ് എന്നിവിടെ നിൽക്കാൻ കാരണക്കാരൻ MT ആണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. നേരത്തെ നമ്മൾ ആ ഉന്മാദിയായ ബഷീറിൻ്റെ ആ രാത്രിയെപ്പറ്റി പറഞ്ഞിരുന്നു. ആ ഉന്മാദ രാത്രിയിൽ കത്തി പിടിച്ചു വെച്ചുകൊണ്ട് എല്ലിൻ മുനയിൽ ഒരു കത്തി നിർത്തിക്കൊണ്ട് ആ യാത്ര ചെയ്തപ്പോൾ അന്ന് അനീസ് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. ആ ഉന്മാദാവസ്ഥയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ ഉണ്ടായത്. അന്നത്തെ രാത്രിയിൽ MTയും ഇവർ പുതുക്കുടി ഭയങ്കര പോലെ ആൾക്കാർ വന്നിട്ടില്ലെങ്കിൽ അന്ന് അദ്ദേഹം മരണം തീർച്ചയായിരുന്നു. കാരണം ആ രീതി അത്രയും ഉന്മാദാവസ്ഥയാണ് അദ്ദേഹം. തിരിച്ചു വന്ന അദ്ദേഹം വന്നതിന് ശേഷമാണ് ഞാൻ ജനിച്ചത്. പിന്നെ ഞാൻ കാണുന്ന ആൾക്കാരിൽ പ്രധാനപ്പെട്ട ഒരാൾ നൂലൻ വാസു എന്ന് ചാറ്റ വിളിച്ചിരുന്ന, കടാര വാസു എന്ന് ചാറ്റ വിളിച്ചിരുന്ന MT വാസുദേവനാണ്. ഉമ്മച്ചി ചോദിക്കുകയായിരുന്നു ചാറ്റയോട്, ചാറ്റ ഈ പേര് നമുക്ക് മാറ്റാം, ഇതൊന്നും വിളിക്കരുത്, അവർക്ക് ഇഷ്ടമല്ല. ചാറ്റ പറഞ്ഞു, അതാര് നീയാണോ പറയുന്നത്? അത് വാസുവിന് ഇഷ്ടമാണ്, ഞാൻ എന്ത് വിളിച്ചാലും വാസുവിന് ഇഷ്ടമാണ്. അത്രയും അടുപ്പാണ് അദ്ദേഹത്തിന്. കാണുമ്പോൾ തർക്കമാണ്, ഭൂരിഭാഗം സമയം തർക്കമാണ് ഇവർ തമ്മിലുണ്ടായിരുന്നത്, വാഗ്വാദങ്ങളാണ്. സാഹിത്യം ഞാൻ കേട്ടിട്ടില്ല ചർച്ച ചെയ്യുന്നത്. പക്ഷേ പാട്ടുകൾ, ഗാനങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പുസ്തകങ്ങളെ പറ്റിയിട്ട് പല പുസ്തകങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചെറിയ അനീസ് ബഷീർ പിന്നീട് വളർന്നു വലുതായി ഇതേ MTയുടെ കീഴിൽ തന്നെ മാതൃഭൂമിയിൽ ജോലി ചെയ്യാൻ എനിക്ക് പറ്റി. അന്ന് അദ്ദേഹം ഒരു വലിയ സാഹിത്യ സദസ്സിൽ, ഓൾ കേരള സാഹിത്യ സദസ്സിൽ, ഓൾ ഇന്ത്യ സാഹിത്യ സദസ്സിൽ ഏതോ ഒരു സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട സാഹിത്യകാരനോട് പരിചയപ്പെടുത്തി കൊടുത്തത് മീറ്റ് മിസ്റ്റർ അനീസ് ബഷീർ, ഹീസ് മൈ കൊളീഗ് എന്നാണ്. അത് സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. കാരണം MTയുടെ കൊളീഗാണ് എന്ന് പറയുമ്പോൾ നാളിച്ച് നോക്ക്, ഗുരുവിൻ്റെ മകൻ പിന്നീട് കൊളീഗായി മാറുകയാണ്. 3-4 വർഷം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു മാതൃഭൂമിയിൽ നിന്ന്. അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന ആ അവസാന ദിവസം മാതൃഭൂമിയിൽ നിന്ന് അദ്ദേഹം സുഖമില്ലാതെ അവസാനം സ്വയം റിട്ടയർ ചെയ്തിട്ട് പോവുകയുണ്ടായത്. അതുവരെ അദ്ദേഹത്തെ യാത്ര അയക്കുന്ന വരെയുള്ള ഘട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു മാതൃഭൂമിയിൽ. പിന്നീട് പല ഘട്ടത്തിലും എനിക്ക് പല സമയത്തും അദ്ദേഹത്തിന് സഹായം ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ ആരും പുറം ലോകമൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അദ്ദേഹം അറിയാൻ താല്പര്യമില്ല അദ്ദേഹത്തിന്.